2 രാജാക്കന്മാർ അധ്യായം 14. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ 2-ാം ഭരണവർഷം യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസ്യ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറൂസലമിൽ 29 വർഷം ഭരിച്ചു. ജെറൂസലമിലെ യഹോവദിൻ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ കർത്താവിൻ്റെ മുൻപിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. അവൻ പിതാവായ യോവാഷിൻ്റെ പ്രവൃത്തികൾ പിന്തുടർന്നു, പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപാർച്ചനയും തുടർന്നു. രാജാധികാരം ഉറച്ചയുടനെ അവൻ തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച ഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ അവൻ ആ ഘാതകരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതനുസരിച്ചാണ് ഇത്. അതിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു: മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വധിക്കപ്പെടരുത്. വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ടായിരിക്കണം. അവൻ 10,000 ഏദോമ്യരെ ഉപ്പുതാഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചടക്കുകയും ചെയ്തു. അത് ഇന്നും യോക്തേൽ എന്ന് അറിയപ്പെടുന്നു. അനന്തരം അമസ്യ യേഹുവിൻ്റെ പൗത്രനും യഹോവാസിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ച് ക്ഷണിച്ചു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസ്യായ്ക്ക് ഈ സന്ദേശം അയച്ചു: ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ കാരകിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു: നിന്റെ പുത്രിയെ എൻ്റെ പുത്രന് ഭാര്യയായി നൽകുക. ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടിത്തേച്ച് കളഞ്ഞു. നീ ഏദോമിനെ തകർത്തു. അതിൽ നീ അഹങ്കരിക്കുന്നു. കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിക്കഴിയുക. നിനക്കും യൂദായ്ക്കും എന്തിന് നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസ്യ കൂട്ടാക്കിയില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. യൂദായിലെ ബത്ത്ഷേമെഷിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. യൂദാ തോറ്റോടി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബത്ത്ഷേമെഷിൽ വെച്ച് അഹസ്യായുടെ പൗത്രനും യോവാഷിൻ്റെ പുത്രനും യൂദാ രാജാവുമായ അമസ്യായെ ബന്ധിച്ച് ജെറൂസലമിൽ കൊണ്ടുവന്നു. ജെറൂസലം മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമറിയയിലേക്ക് കൊണ്ടുപോയി. യഹോവാഷിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും യൂദാ രാജാവായ അമസ്യായോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമറിയയിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബോവാം ഭരണമേറ്റു. യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസ്യ ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ മരണത്തിന് ശേഷം 15 കൊല്ലം ജീവിച്ചു. അമസ്യായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറൂസലമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാഖിഷിലേക്ക് പലായനം ചെയ്തു. അവർ അവനെ അനുധാവനം ചെയ്ത് ലാഖിഷിൽ വെച്ച് വധിച്ചു. അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിൻ്റെ നഗരമായ ജെറൂസലമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള അസറിയ രാജകുമാരനെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് അവരോധിച്ചു. പിതാവിൻ്റെ മരണത്തിന് ശേഷം അസറിയ ഏലാത്ത് വീണ്ടെടുത്ത് പുതുക്കിപ്പണിതു. യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസ്യായുടെ 15-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിൻ്റെ പുത്രൻ ജെറോബോവാം സമറിയയിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു.
നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ജയിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിൻ്റെ അതിർത്തി ഹാമാത്ത് കവാടം മുതൽ അരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു. ഇത് അമിത്തായിയുടെ പുത്രനും ഗദ്ഹേബറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിൻ്റെ ദാസനുമായ യോന വഴി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് അനുസരിച്ചാകുന്നു. ഇസ്രായേലിൻ്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രായേലിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യഹോവാഷിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു. ജെറോബോവാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും യുദ്ധങ്ങളും ദമാസ്കസിനെയും ഹമാത്തിനെയും യൂദായുടെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ സഖറിയ ഭരണമേറ്റു. Chapter 14. In the 2nd year of Joash, son of Jehoahaz, king of Israel, Amaziah, son of Joash, king of Judah, began to reign. He was 25 years old when he became king, and he reigned 29 years in Jerusalem. His mother, whose name was Jehoaddin, was from Jerusalem. He pleased the Lord, yet not like his forefather David, since he did just as his father Joash had done. Thus the high places did not disappear, but the people continued to sacrifice and to burn incense on them. When Amaziah had the kingdom firmly in hand, he slew the officials who had murdered the king his father. But the children of the murderers he did not put to death, obeying the Lord's command written in the book of the law of Moses, "Fathers shall not be put to death for their children, nor shall children be put to death for their fathers. Each one shall die for his own sin." Amaziah slew 10,000 Edomites in the Salt Valley and took Selah in battle. He renamed it Joktheel, the name it has to this day. Then Amaziah sent messengers to Jehoash, son of Jehoahaz, son of Jehu, king of Israel, with this challenge: "Come, let us meet face to face." King Jehoash of Israel sent this reply to the king of Judah: "The thistle of Lebanon sent word to the cedar of Lebanon, 'Give your daughter to my son in marriage.' But an animal of Lebanon passed by and trampled the thistle underfoot. You have indeed conquered Edom, and you have become ambitious. Enjoy your glory, but stay at home. Why involve yourself and Judah with you in misfortune and failure?" But Amaziah would not listen. King Jehoash of Israel then advanced, and he and King Amaziah of Judah met in battle at Beth-shemesh of Judah. Judah was defeated by Israel, and all the Judean soldiery fled homeward. King Jehoash of Israel captured Amaziah, son of Jehoash, son of Ahaziah, king of Judah, at Beth-shemesh. He went on to Jerusalem, where he tore down 400 cubits of the city wall from the gate of Ephraim to the corner gate. He took all the gold and silver and all the utensils there were in the temple of the Lord and in the treasuries of the palace, and hostages as well. Then he returned to Samaria. The rest of the acts of Jehoash, his valor, and how he fought Amaziah king of Judah, are recorded in the book of the Chronicles of the Kings of Israel. Jehoash rested with his ancestors. He was buried in Samaria with the kings of Israel. His son Jeroboam succeeded him as king. Amaziah son of Joash king of Judah survived Jehoash son of Jehoahaz king of Israel by 15 years. The rest of the acts of Amaziah are written in the book of the Chronicles of the Kings of Judah. When a conspiracy was formed against him in Jerusalem, he fled to Lachish, but he was pursued to Lachish and killed there. He was brought back on horses and buried with his ancestors in the city of David in Jerusalem. Thereupon all the people of Judah took the 16-year-old Azariah and proclaimed him king to succeed his father Amaziah. It was Azariah who rebuilt Elath and restored it to Judah after King Amaziah rested with his ancestors. In the 15th year of Amaziah son of Joash, king of Judah,
Jeroboam, son of Joash, king of Israel, began his 41-year reign in Samaria. He did evil in the sight of the Lord. He did not desist from any of the sins which Jeroboam, son of Nebat, had caused Israel to commit. He restored the boundaries of Israel from Lebo of Hamath to the sea of the Arabah, just as the Lord, the God of Israel, had prophesied through his servant the prophet Jonah, son of Amittai, from Gath-hepher. For the Lord saw the very bitter affliction of Israel, where there was neither slave nor free man, no one at all to help Israel. Since the Lord had not determined to blot out the name of Israel from under the heavens, he saved them through Jeroboam son of Joash. The rest of the acts of Jeroboam, his valor and all his accomplishments, how he fought with Damascus and turned back Hamath from Israel, are recorded in the book of the Chronicles of the Kings of Israel. Jeroboam rested with his ancestors, the kings of Israel, and his son Zechariah succeeded him as king.